ആരോപണത്തിൽ പ്രതിരോധം ഒരുക്കാനാകാതെ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂർ പരാതിക്കാരി തെളിവുമായി വരട്ടെ എന്നുള്ള തരൂരിന്റെ നിലപാട് സ്ത്രീ വോട്ടുകൾ നഷ്ടപ്പെടുത്തുമോ എന്നും കോൺഗ്രസിന് ആശങ്കയുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ധൃതി പിടിച്ച പ്രചാരണ പരിപാടികളിലാണ് മുന്നണികൾ. കഴിഞ്ഞ ആഴ്ചയിൽ നടക്കാതിരുന്ന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് തന്നെ പ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകില്ല. തൃശൂർ പൂരത്തിന് വീണ്ടും വനം വകുപ്പിന്റെ വിലങ്ങുതടി വീണിരിക്കുകയാണ്. ആനകളെ നിയന്ത്രിക്കാൻ 80 അംഗ RRT സംഘം വേണമെന്നാണ് വനം വകുപ്പിന്റെ ഉത്തരവ്. ഇതിൽ ആന ഉടമകളൊപ്പം തന്നെ ദേവസ്വം പ്രതിഷേധത്തിലാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, തലസ്ഥാന നഗരവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി വിഷയങ്ങളുണ്ട്. അതിൽ വിശദാംശങ്ങൾ വേണ്ടിവരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ ഉയർന്ന മീടു ആരോപണം, അതിൽ പരാതിക്കാരി തെളിവുമായി വരട്ടെ എന്ന ശശി തരൂരിന്റെ നിലപാട്. മാത്രമല്ല, ഇത് തിരഞ്ഞെടുപ്പിന് ഇന്നലെ ശശി തരൂർ ജനം TVയോട് പ്രതികരിച്ചത് 10 ദിവസം മാത്രമുള്ളപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണമാണ് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് പ്രൊപ്പഗാൻഡയാണ് ഇത് എന്ന് പറഞ്ഞ് പ്രതിരോധം തീർക്കാനുള്ള ശശി തരൂരിന്റെ ശ്രമത്തെ എങ്ങനെ നോക്കിക്കാണാം? തീർച്ചയായും ലക്ഷ്മി, ഈ മീറ്റു അതായത് ശശി തരൂരിനെതിരായി ഉണ്ടായ മീറ്റു ആരോപണത്തെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ അജണ്ട, തരൂരിനെതിരെ അജണ്ട സെറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നൊരു വാദം തന്നെയാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഇതിൽ ഉയർത്താൻ സാധാരണയായിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിനെതിരെ ഉയർത്താനുള്ള ഒരു പ്രതിരോധമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കറിയാം, ഏതാണ്ട് 10 ദിവസം മാത്രമാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ ഒരുപക്ഷെ ഈ മീറ്റു ആരോപണത്തിനെതിരെ ശശി തരൂർ വളരെ കാര്യമായി പ്രതികരിക്കില്ല എന്ന് തന്നെ വരാം. അതിനുദാഹരണമാണ് ഇന്നലെ തരൂർ ജനം TVയോട് പ്രതികരിച്ചത്. തെളിവുകളുണ്ടെങ്കിൽ ആ സ്ത്രീ നേരിട്ട് കൊണ്ടുവരട്ടെ, അല്ലെങ്കിൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും മറ്റും വരുന്നത് പതിവാണ്. ഒരുപക്ഷെ എന്നെ രാഷ്ട്രീയമായി തോൽപ്പിക്കാൻ സാധിക്കാത്തതിനാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ടുവരുന്നതെന്നായിരുന്നു തരൂരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യം, ഒരു സുപ്രീം കോടതി അഭിഭാഷകനാണ് ഇത്തരത്തിലൊരു ട്വീറ്റുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ആരോപണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. 2022 ഡൽഹിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് ഒരു യുവതി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ അപമാനിക്കാൻ ശ്രമിച്ചു. അത്തരത്തിൽ ഈ വാർത്ത പുറത്തു വരാതിരിക്കാൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ തന്നെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ തനിക്ക് സന്ദേശം അയച്ചോ, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കണം, അതിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഗുരുതര ആരോപണവും കൂടി ഒരു പക്ഷേ നവമാധ്യമങ്ങളുടെ പങ്കുവെച്ച സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ UDFന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്ന് പറയുന്നതും, അല്ലെങ്കിൽ തരൂരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇന്നലെ ഈ സംഭവം നടന്ന അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ട്വീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സന്ദേശം പുറത്തു വന്ന് സമയം ഇത്രയും കഴിഞ്ഞിട്ടും കേരളത്തിലെ CPM നേതാക്കളിൽ ഒരാൾ പോലും തരൂരിനെതിരെ സംസാരിച്ചില്ല എന്നതാണ് ഏറ്റവും അതിശോക്തികരമായിട്ടുള്ള കാര്യം. ഒരുപക്ഷെ ഏത് ചെറിയ പ്രശ്നങ്ങളും സജീവമായി തന്നെ പ്രതികരണങ്ങളും, അല്ലെങ്കിൽ തന്നെ ഏത് പ്രശ്നങ്ങളും സജീവമായി തന്നെ ഇടപെടുന്ന ഈ കേരളത്തിലെ ഇടതുപക്ഷം ഈ ശശി തരൂരിന്റെ വിഷയത്തിനെതിരെ മിണ്ടിയില്ല എന്ന് പറയുന്നതും ഗുരുതരമായൊരു വിഷയം തന്നെയാണ്. ഒരുപക്ഷെ ശശി തരൂരിന് ഒരുപക്ഷെ ഈ ഇലക്ഷൻ, അല്ലെങ്കിൽ 2024 ഈ ലോക്സഭാ ഇലക്ഷൻ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കാവുന്ന ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കഴമ്പുള്ള ആരോപണമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് കണ്ടിട്ട് പോലും തരൂരിനെതിരെ സംസാരിക്കാൻ, അല്ലെങ്കിൽ തരൂരിനെതിരെ വിരലനക്കാൻ ഇടതുപക്ഷ സംഘടനകൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ സാധിക്കുന്നില്ല എന്നതൊന്നും അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്കറിയാം, ഇലക്ഷൻ ഇനി 10 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. തരൂരിനെതിരെ സമാനമായ രീതിയിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ തരൂരിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത് പതിവാണ്. ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള എതിർപ്പുകളൊന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നതും ഒന്നും നമ്മൾ ആലോചിക്കേണ്ട, അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ ഒന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരുപക്ഷെ ഈ വിഷയം, അതായത് ഈ മീറ്റു ആരോപണം തരൂരിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സ്ത്രീകൾക്കിടയിൽ ഒരുപക്ഷെ തരൂരിനെ ഒരു നെഗറ്റീവായി അല്ലെങ്കിൽ എതിരായിട്ട് തന്നെ ബാധിച്ചേക്കാം. ഈ
തരൂരിനെതിരായിട്ടുള്ള ആരോപണം മറ്റ് സ്ഥാനാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായും ഉണ്ടായേക്കാമെന്നൊരു വിലയിരുത്തലും നിലവിലുണ്ട്. എന്തായാലും ഇതുവരെ ഈ തരൂരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരിൽ നിന്നോ പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയുന്നത് അതൊരു പ്രധാന പോയിന്റാണ്. കാരണം തരൂരിനെതിരെ കോൺഗ്രസിൽ തന്നെ പടയൊരുക്കം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് അറിയാം, തരൂർ വിവാദങ്ങളിൽ ഉഴലാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കാരണം ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. വലിയൊരു വിശ്വപൗരൻ അല്ലെങ്കിൽ വാക്കുകളുടെ മാന്ത്രികൻ എന്നൊക്കെ പറഞ്ഞ വിശേഷണങ്ങൾ തരൂരിനുണ്ടെങ്കിൽ പോലും വിവാദങ്ങൾ തരൂരിനെ വിട്ടൊഴിയുന്നതേയില്ല. മാത്രമല്ല, നമ്മൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ തലസ്ഥാന നഗരത്തിൽ എന്ത് വികസനം ഇത്രയും വർഷങ്ങൾ MP ആക്കി തലസ്ഥാന നഗരിൽ നിന്നുള്ളവർ ഡൽഹിയിലേക്ക് അയച്ചിട്ട് എന്ത് വികസനം കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർത്തിക്കാട്ടുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രത്യേകിച്ച് NDA ക്യാമ്പ്. ഇനി കാര്യം നടക്കും എന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രചാരണത്തിന് അത്രയധികം സ്വീകാര്യത ലഭിക്കുന്നതും തരൂരിൽ വിശ്വാസം ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. മാത്രമല്ല, ടിൻഡു നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയം, UDF-ൽ നിന്ന് തരൂരിന് കൃത്യമായി ഒരു സപ്പോർട്ട് ലഭിക്കാത്തതും വലിയ രീതിയിൽ, എന്ന് വെച്ചാൽ സ്വന്തം ക്യാമ്പിൽ നിന്ന് പോലും വിശ്വാസം ആർജിച്ചെടുക്കാനാകാത്തൊരവസ്ഥയിലാണ് തരൂർ എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ടിൻഡു അതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. തീർച്ചയായും ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ തരൂരിനെതിരെയുള്ള പടയൊരുക്കങ്ങൾ ഈ തിരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് തന്നെ പുറത്തു വന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷൈൻലാൽ എന്ന് പറയുന്നത്, ഷൈൻലാൽ കഴിഞ്ഞ 15 വർഷമായി ശശി തരൂരിനോടൊപ്പം ശശി തരൂരിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ അയാൾ ഒരു ഘട്ടത്തിൽ തരൂരിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് തരൂരിന്റെ ഭാഗത്തു നിന്നും അംഗീകാരം അല്ലെങ്കിൽ പരിഗണന ഉണ്ടായില്ല തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും പിരിഞ്ഞു മാറുന്നതും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതും. അത് അദ്ദേഹം നടത്തിയ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ 500-ലധികം ആളുകൾ പങ്കെടുത്തത് ഒരുപക്ഷെ ശശി തരൂരിനെതിരെയുള്ള പടലപ്പടക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. കാലങ്ങളായിട്ട് ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ, അതായത് ഏതാണ്ട് 15 വർഷമായിട്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഈ MP ആയി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം റോഡ് വികസനമായാലും തീരദേശ മേഖലയിലെ വികസനമായാലും യുവാക്കൾക്കിടയിലെ സാങ്കേതികപരമായിട്ടുള്ള വിദ്യാഭ്യാസം, അതുപോലെ തന്നെ തൊഴിൽ തുടങ്ങിയ മേഖലകൾ പോലെ ഏത് കണ്ട തരത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ചർച്ചയാകേണ്ട വിഷയം തന്നെയാണ്. അത് തന്നെയാണ് ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വയ്ക്കുന്ന, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ പൊളിച്ചെടുക്കുന്ന പൊള്ള വികസനം, അതായത് ശശി തരൂരിന്റെ പൊള്ള വികസന തന്ത്രങ്ങൾ എന്ന് വേണം എടുത്ത് പറയേണ്ടിയുള്ളത്. ഈ കഴിഞ്ഞ 15 വർഷത്തിൽ തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ തരൂർ ചെയ്യാത്ത വികസനങ്ങൾ, അല്ലെങ്കിൽ തരൂരിന് സാധിക്കാത്ത വികസന പ്രവർത്തനങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ആ തിരഞ്ഞെടുപ്പിന്റെ മുദ്രാവാക്യം തന്നെ പറയാം, ഇനി കാര്യം നടക്കും. അപ്പോൾ ഈ കഴിഞ്ഞ 15 വർഷമായി ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വികസനങ്ങളൊന്നും എത്തി നോക്കാതെ ഒരുപക്ഷെ ഏതാണ്ട് 15 വർഷകാലമായി ഈ സമാനമായ രീതിയിൽ തന്നെയാണ് ഈ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരദേശം, റോഡ്, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, അതോടൊപ്പം തന്നെ യുവാക്കൾക്കിടയിലെ ജോലി, തൊഴിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ, അതുപോലെ യുവാക്കൾക്കിടയിലെ പ്രശ്നങ്ങൾ, ഇതിലൊന്നും തരൂർ സജീവമായി ഇടപെട്ടില്ല. തരൂരിന്റെ പാർട്ടി അല്ലെങ്കിൽ തരൂരിന്റെ UDF-നുള്ളിൽ നിന്നുള്ള ആൾക്കാർ തന്നെ തരൂരിനെതിരെ പടവെട്ട് തുടങ്ങുമ്പോൾ ഒരുപക്ഷെ തരൂരിനെ മറ്റ് മുന്നണികൾക്ക്, NDA ഉൾപ്പെടെയുള്ള മുന്നണികൾക്ക് തോൽപ്പിക്കാനുള്ള ഒരു അവസരവും കൂടി തരൂർ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനിടയിലാണ് ഈ മീറ്റു ആരോപണവും. എന്തായാലും ഈ തരൂരിനെതിരെ ഉണ്ടായിട്ടുള്ള ഈ മീറ്റു ആരോപണത്തിൽ മറ്റ് നേതാക്കന്മാരാരും പ്രതികരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇതിന്റെ ഉൾപ്പോരിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുപക്ഷെ ഇത് ഉള്ളിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് തരൂരിന് വലിയ രീതിയിലോട്ടുള്ള തിരിച്ചടിയിലേക്കാണ് പോകുന്നത്. അത്തരത്തിലുള്ള പ്രതികരണമാണ് തരൂരിന്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ള വളരെ ബാലിഷ്യമായിട്ടുള്ള, ഒരുപക്ഷെ മറുപടി ഇല്ലാത്ത ഘട്ടങ്ങളിൽ ഒരു വ്യക്തിക്ക് പുറത്തു വരുന്ന, ഒരു സാധാരണക്കാരന് പുറത്തു വരുന്ന മറുപടി തരത്തിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. തെളിവുണ്ടെങ്കിൽ ആ സ്ത്രീയോട് കൊണ്ടുവരാൻ പറയും. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഒരു വിക്ടിം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ശശി തരൂരിനെതിരെയായിട്ടുള്ള ആരോപണങ്ങൾ സാധൂകരിക്കുക എന്നും നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം
സാധ്യത തന്നെ. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിരോധം തരൂരിന് ഈ 10 ദിവസത്തിനുള്ളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. NDA ഈ ആരോപണങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതിരോധിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ എതിർപ്പ് വന്നിട്ട് തരൂർ മറുപടി പറയണം എന്ന് തന്നെയാണ് NDA ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അല്ലെങ്കിൽ മറ്റ് മുന്നണികൾ ആവശ്യപ്പെടുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ 10 ദിവസം തരൂരിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഒരുപക്ഷെ ഈ വിഷയങ്ങളിൽ വലിയ രീതിയിൽ പ്രതികരിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. വിഷയം കത്തിക്കയറുകയാണെങ്കിൽ തൻ്റെ തെരഞ്ഞെടുപ്പ് ഭാവിയെ, തൻ്റെ രാഷ്ട്രീയ ഭാവിയെ വരെ ബാധിക്കും. അത്തരത്തിലുള്ള മറുപടി തന്നെയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനോടും അറിയിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് മനസ്സിലാക്കാൻ. അപ്പോൾ ഒരുപക്ഷെ ഇത് നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോകാനും തരൂരിൻ്റെ ഭാഗത്തു നിന്ന് നിസ്സാരവൽക്കരിക്കപ്പെട്ടു പോകാനും സാധ്യത. പക്ഷേ ഇത് വോട്ടർമാരുടെ ഇടയിൽ എന്തായാലും ചർച്ചയാവുന്ന വിഷയമാണ്. കാരണം തരൂരിനെതിരെ സമാനമായ രീതിയിൽ ഭാര്യയുടെ മരണം ഉൾപ്പെടെയുള്ള ആരോപണം നിലനിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു മീറ്റു ആരോപണം കൂടി ഉണ്ടാകുന്നത്. ലക്ഷ്മി.